എന്തുകൊണ്ട് എന്തുകൊണ്ട് താങ്കളെ പോലുള്ളയാൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല? അതായത് ഡിബേറ്റുകൾ വരട്ടെ, വിമർശനാത്മകമായി സമീപിക്കട്ടെ, ക്ലാസ് മുറിയിൽ അങ്ങനെയുള്ള തർക്കങ്ങളും ചർച്ചകളും ഉണ്ടാകട്ടെ. അല്ല, ഞാൻ ഇപ്പോൾ പറയുമ്പോൾ അനുരാജ് പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം. അതായത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഇതിലൊരു അവസാന തീരുമാനം എടുക്കുന്നത്. വൈസ് ചാൻസലർക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം വൈസ് ചാൻസലർ ഈ വിഷയത്തിലൊന്നും പ്രാവീണ്യമുള്ള ആളായിരിക്കില്ല, അത് വേറൊരു വിഷയത്തിലുള്ള ആളായിരിക്കാം. അപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് നമ്മുടെ യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനം എടുത്താൽ ഈ റിപ്പോർട്ട് നേരെ അക്കാഡമിക് കൗൺസിൽ പോകും. അക്കാഡമിക് കൗൺസിലിന്റെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ അവിടെ ഒന്നും വായിക്കാതെ ഒന്നും ചർച്ച ചെയ്യാതെ അത് അപ്പോൾ തന്നെ പാസ്സാക്കുന്ന രീതിയാണ്. അപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇപ്പോൾ ഈ ചർച്ചകൾക്ക് ശേഷം അവർ വീണ്ടും ഇത് പരിശോധിച്ചിട്ട് വേടനെയും അതേപോലെ രണ്ട് പുസ്തകവും അതേപോലെ നിലനിർത്താനാണ് തീരുമാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാവുന്ന സംശയം വേണ്ട. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ വേടന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. വാസ്തവം എനിക്ക് അതിനോടുകൂടിയൊന്നും യോജിപ്പില്ല. കാരണം നമ്മുടെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അത് ശരിയല്ല. ഓരോരുത്തരുടെയും സ്വഭാവം ഓരോ രീതിയിലായിരിക്കാം. അപ്പോൾ അവരുടെ കലാസൃഷ്ടിയാണ് നമ്മൾ മാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വയലാർ രാമവർമ്മയുടെ സിനിമകൾ പാട്ടുകൾ കൊച്ചുകുട്ടികൾ വരെ പാടുന്നുണ്ട്. പാടാൻ പാടില്ലല്ലോ. മോഹൻലാലിന്റെ സിനിമ കാണാൻ പാടില്ലല്ലോ. ഞാൻ പറയട്ടെ, എന്റെ നാട്ടുകാരനാണ്, തിരുവനന്തപുരത്തുകാരനാണ് അയ്യപ്പനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകം കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല PGക്ക് MAക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കലാമൂല്യങ്ങൾ, ആ കലാസൃഷ്ടിയെ വേണം പരിശോധിക്കാൻ, അല്ല ആ വ്യക്തിയുടെ ജീവിതം എന്താണല്ലോ പരിശോധിക്കേണ്ടത്. ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്, ഇതിനകത്തുള്ള സാഹിത്യം എന്താണെന്ന് പറയണം. അത് ബോർഡ് ഓഫ് സ്റ്റഡീസ് പറയാൻ ബാധ്യസ്ഥതയുണ്ട്. ഈ വേടന്റെ പുസ്തകം ഈ റാപ്പിലെ എന്താണ് അതിനകത്തുള്ള സാഹിത്യം? ആ സാഹിത്യവും മൈക്കലോ അദ്ദേഹത്തിന്റെ പോപ്പ് ഇതുമായിട്ടുള്ള എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതേപോലെ കഥകളി പദങ്ങൾ അത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? മുമ്പ് കുചേലവൃത്തം ഹൈദരാലിയാണ് ഏറ്റവും വളരെ പാടിയ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതൊന്നും കമ്പയർ ചെയ്യുവാൻ നമ്മുടെ മലയാള അധ്യാപകർക്കോ മലയാളം വിദ്യാർത്ഥികളെ പറ്റിയാൽ ഇവിടെ എന്താ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പ്രേംചന്ദിന്റെയും ഹിന്ദിയിലെ പ്രേംചന്ദിന്റെയും തകഴിയുടെയും നോവലുകളിലെ കഥാപാത്രങ്ങൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഒത്തിരി പേർ ഗവേഷണം നടത്തിയിട്ടുണ്ട്. കീറ്റ്സിന്റെയും ചങ്ങമ്പുഴയുടെയും പുസ്തകങ്ങൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാഹിത്യം, അതിനകത്ത് എന്താണ് സാഹിത്യം എന്ന് പറയണ്ടേ? ആ കാര്യങ്ങളെ കുറിച്ച് ബോർഡ് ഓഫ് സ്റ്റഡീസ് പരിശോധിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ യുവജനങ്ങളുടെ ഹരമായതുകൊണ്ട് പാഠപുസ്തകത്തിൽ പങ്കെടുപ്പിക്കാൻ ചെന്നാൽ അതിന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നുപോലെ ബുദ്ധിമുട്ടും. നമ്മുടെ മലയാള ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. അല്ല, ഇത് തമ്മിൽ ഒരു ഡിബേറ്റ് മാറ്റി വയ്ക്കാം. ഡിബേറ്റ് വേറെ തരത്തിലാണ്. ഇതിനെക്കുറിച്ച് ഡിബേറ്റ് നടത്താം, നമുക്ക് വേടനെ കുറിച്ച് ഡിബേറ്റ് നടത്താം. അതല്ലാതെ ഇത് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയില്ല. അതിനകത്ത് സാഹിത്യം ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് വേണം? ഇത് തമ്മിലുള്ള റിതം എന്താണ്, ഇതിന്റെ സംഗീതം എന്താണ്? നമുക്ക് മ്യൂസിക്കിന് വിടുക. നമ്മുടെ മ്യൂസിക് BA ഉണ്ടല്ലോ, മ്യൂസിക് MA ഉണ്ടല്ലോ, വേടൻ അവിടെ പഠിക്കട്ടെ. അപ്പം നമ്മളാരും വേടനെതിരല്ല, അതിന് വേടനെതിരാണെന്ന് ഒരു ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് അതിലൂടെ രാഷ്ട്രീയം ഉണ്ടാക്കാനായിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപമുണ്ട്. ആ ഇടതനുകൂലികളുടെ നീക്കമാണോ ഇത് പഠിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്? പിന്നെ RS ശശികുമാർ പരാതി നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം സംഭവത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞ ശ്രീ മഞ്ജുഷ്, എന്നെ സംബന്ധിച്ചോളം ഈ മൂന്ന് കാര്യങ്ങളില് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ അവരിനോട് വിയോജിക്കുന്നുണ്ട്. അത് സ്വാഭാവികം. ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ MM ബഷീറിന്റെ റിപ്പോർട്ടും എന്റെ ആവശ്യങ്ങളെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിട്ടുള്ളതല്ല. പക്ഷെ ആത്യന്തികമായി ഇവരെല്ലാം ഏറെക്കുറെ എത്തുന്നത് ഈ ഒരു സമീപനത്തിലേക്കാണ്. ശ്രീ രാഹുൽ ഈശ്വർ അദ്ദേഹം മാത്രമാണ് ഇത് പഠിപ്പിക്കണം എന്നുള്ള നിലപാടെടുത്തുന്നു. അപ്പോഴും അതിനകത്ത് ബയസ്ഡ് ആണ്, ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തെ ഞാൻ വേറെ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ലെഫ്റ്റ് ജിഹാദി എന്ന് പറയേണ്ടുന്ന ആ ടേമാണ് ശരിക്കും കേരളത്തിലെ ഈ സാഹചര്യത്തിന് നമ്മൾ പറയേണ്ടത്. അതിന് നമ്മൾ മറ്റ് ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരുന്നത് എന്നത്. അത് നമുക്ക് സ്കൂൾ സമയമാറ്റം അങ്ങനെയൊക്കെയുള്ള കുറെ വിവാദ വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ഇതൊരു ബാലൻസിങ് തന്ത്രമാണ്. അതിന് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുന്നവർ നമ്മൾ അക്കാദമിക രംഗത്ത് ഉണ്ടാവുകയും അവരുടെ അക്കാദമികമായ ശേഷി കുറയുകയും ചെയ്യുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ സിനാരിയോ എടുത്താൽ
നമുക്ക് ഇപ്പം ഏകദേശം 3.5 ലക്ഷത്തോളം കുട്ടികളാണ് ഒരു വർഷം കേരളത്തിൽ ജനിക്കുന്നത്. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം വിദേശത്തേക്ക് പഠിക്കാൻ പോയത് 3.5 ലക്ഷം കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഒരു ഭാർഗവി നിലയമാകും എന്നാണെങ്കിൽ, കുറച്ചു കാലം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതേ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഭാർഗവി നിലയമായിട്ട് പോലും കേരളത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സർവകലാശാലകളെയും ചുറ്റിപ്പറ്റി രാഷ്ട്രീയം പടുത്തുയർത്തി ഇപ്പൊ അഡ്മിഷന്റെ സമയമാണെന്ന് ഓർക്കണം. നമ്മുടെ ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, പ്രവേശനത്തിന്റെ സമയമാണ്. ഇപ്പൊ ഞാൻ പോലും ഒരു ഉത്തരവാദിത്തപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ചെയ്തത് അതിന്റെ അതത് ഫോറങ്ങളിൽ പരാതിപ്പെടുകയും വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയുമാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങൾ പോലും വളരെ പ്രകോപനപരമായ പലതരത്തിലുള്ള പ്രതികരണങ്ങളും പലരിൽ നിന്നുണ്ടായി. അതൊക്കെ എനിക്കറിയാം, കൃത്യമായിട്ട് കണിശമായിട്ട് അത് വിവാദമുണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഞാൻ വിവാദത്തിൽ നിന്നിട്ടില്ല, ഇപ്പോഴും നിൽക്കുന്നില്ല. ഇത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ഇത് പരിഹരിക്കണം. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് പരിഹരിച്ചെടുക്കണം. അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ്. എനിക്കറിയാം കഴിഞ്ഞ ചാൻസലറും ഈ ചാൻസലറും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഈ രീതിയിൽ ഗവർണർമാർ കേരളത്തിന്റെ സർവകലാശാലകളുടെ ഭാവി കേരളത്തെക്കുറിച്ച്, യുവസമൂഹത്തെക്കുറിച്ച്, ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് തുടർച്ചയായി 2 ഗവർണർമാരിൽ അതിന്റെ തുടർച്ച കൂടി നമുക്ക് ലഭിക്കുകയാണ്. വളരെയധികം അനുകൂലമായ വിമർശനം വരുമല്ലോ, സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് എന്നുള്ള വിമർശനവും അവിടെ വരുന്നുണ്ട്. സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു എന്ന വിമർശനവും അവിടെയുണ്ട്. 100 കോടി വീതം കിട്ടിയിരിക്കുന്ന സമയമാണ്. ഒരു വർഷം കൊണ്ട് ഈ ഫണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഫണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ, സംസ്ഥാന സർക്കാർ പ്ലാൻ വിഭാഗത്തിൽ ഒരു തുക പോലും യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കാത്ത സാഹചര്യം, യൂണിവേഴ്സിറ്റികൾക്ക് അടിസ്ഥാന സൗകര്യമില്ല. അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്ര ഫണ്ടിനെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. ആ വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാതെ വീണ്ടും ഈ വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് ഇക്കാര്യത്തെ കൊണ്ടുപോവുകയാണ്. അതിന്റെ മറ്റൊരു ഇതിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇതാണ് വിവാദമാക്കുന്നതെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം മറ്റൊരു സാഹചര്യമാണ്. ഇങ്ങനെ ഓരോ സർവകലാശാലകളെയും ഇപ്പോഴും പിന്നെയും വിവാദങ്ങളുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സാധ്യതകളെയും അടയ്ക്കുന്ന കുട്ടികൾ ഇനിയും നമ്മുടെ കോളേജുകളെ, നമ്മുടെ സർവകലാശാലകളെ വെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെങ്കിലും അത് തിരിച്ചറിയണം. അവരുടെ രാഷ്ട്രീയം